ഭഗവത്ഗീത രണ്ട് ആളുകൾക്ക് കേൾക്കാൻ ഇടയായി എന്ന് പറയുന്നത്. അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഗീത ഉപദേശിക്കുന്ന സമയത്ത് രണ്ട് പേരത് കേട്ടു. ഒന്ന് അർജുനൻ കേട്ടു, രണ്ട് ധൃതരാഷ്ട്രൻ കേട്ടു എന്ന് പറയുന്നത്. അർജുനൻ കൃഷ്ണന്റെ വായിൽ നിന്നാണ് കേട്ടതെങ്കിൽ ധൃതരാഷ്ട്ര കേട്ടത് സഞ്ജയന്റെ വായിൽ നിന്നാണ്. അപ്പൊ അർജുനൻ ഈ ഗീതോപദേശത്തിന് ശേഷം കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് മോക്ഷമുണ്ടായി, എൻ്റെ വ്യാമോഹമൊക്കെ മാറി, എൻ്റെ മതിഭ്രമമൊക്കെ മാറി എന്ന് കൃഷ്ണനോട് പറയുന്നുണ്ട്. അതേ സമയത്ത് സഞ്ജയൻ്റെ വായിൽ നിന്ന് കേട്ട ധൃതരാഷ്ട്ര പറയണ ശ്രീകൃഷ്ണൻ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അർജുനെ വഴി തെറ്റിക്കുകയാണ്, അർജുനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. കൃഷ്ണൻ ഒരു കള്ളത്തരമാണ് കാണിക്കുന്നത്. ഈ രീതിയിലാണ് ഇപ്പം രണ്ടുപേരും കേട്ടത് സെയിം സാധനം രണ്ട് വായിൽ നിന്ന് കേട്ടു എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ മോറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം നമ്മൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കണം. ആരിൽ നിന്ന് കേൾക്കണം, എന്ത് കേൾക്കണം. ഒരുപാട് ജങ്ക് ഓഫ് ഇൻഫർമേഷൻസ് വരുന്നുണ്ട് നമുക്കല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആവണം. കുറച്ചുകൂടി ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അമ്മിയോട് പറഞ്ഞ കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളായിട്ടൊരു പഠനം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരുന്നു. കാരണം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകളും കാര്യങ്ങളും, പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. സോ ബി വെയർ. എന്താണ് വേണ്ടത്, ആരിൽ നിന്ന് കേൾക്കണം, എന്ത് കേൾക്കണം, അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറുന്നുണ്ടാവും. പിന്നെ